നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം തുടരുന്നു. വിവിധയിടങ്ങളിൽ റോഡ് ഉപരോധം, കരുനാഗപ്പള്ളിയിൽ സംഘർഷം. ചാരിമൂട്ടിൽ അന്തർ സംസ്ഥാന മയക്കുമരുന്ന് സംഘത്തെ പിടികൂടി. പാലമൂട് ജംഗ്ഷന് സമീപത്തെ വീട്ടിൽ നിന്നാണ് 8 കിലോയിലധികം കഞ്ചാവുമായി 3 പേരെ പിടികൂടിയത്. എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആണ് ഇവരെ പിടികൂടിയത്. സംസ്ഥാനത്ത് CPM BJP അന്തർധാരയെന്ന് കെ മുരളീധരൻ MP. ഈ ബന്ധം ഇത് രഹസ്യ ബന്ധമല്ല, ഏതാണ്ട് പരസ്യ ബന്ധം. സംസ്ഥാനങ്ങളിൽ ED ഉപയോഗിച്ച രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്താൻ നീക്കം. അഞ്ചലിൽ UDFന്റെ കുറ്റവിചാരണ സദസ്സ്. വിശദമായ വാർത്തകളിലേക്ക്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. പ്രകടനത്തിനൊടുവിൽ പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ഇത് സംഘർഷത്തിന് ഇടയാക്കി. യൂത്ത് കോൺഗ്രസ് കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം പ്രസിഡന്റ് RS കിരണിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ കരുനാഗപ്പള്ളിയിൽ ദേശീയപാത ഉപരോധിച്ചത്. പോലീസ് വടം കെട്ടിയാണ് മാർച്ച് തടഞ്ഞത്. പിന്നീട് സമരാനുകൂലികൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലവും കത്തിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ ഇർഷാദ് ബഷീർ, അസ്ലം ആദിനാട്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KA ജവാദ്, ബിന്ദു ജയൻ, CO കണ്ണൻ, രഞ്ജിത് ബാബു, നീതു, സുമയ്യ, അതുൽ, അൽത്താഫ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രകടനവും റോഡ് ഉപരോധവും നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ശാസ്താംകോട്ട ഭരണിക്കാവിൽ റോഡ് ഉപരോധം നടത്തിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഭരണിക്കാവിൽ പ്രകടനവും റോഡ് ഉപരോധവും നടത്തിയത്. പോലീസ് എത്തിയാണ് പ്രവർത്തകരെ നീക്കിയത്. കുന്നത്തൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സംസ്ഥാന സെക്രട്ടറി സുഹൈൽ അൻസാരി, നിയോജകമണ്ഡലം പ്രസിഡന്റ് റിയാസ് പടമ്പിൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ചവറയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ചവറയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഡിസംബർ 20 യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിലുണ്ടായ ആക്രമണത്തെ തുടർന്നാണ് കന്റോൺമെന്റ് പോലീസ് രാഹുലിന്റെ പേരിൽ കേസെടുത്തത്. 4ാം പ്രതിയാണ് രാഹുൽ. ചൊവ്വാഴ്ച പുലർച്ചെ പത്തനംതിട്ട അടൂരിലെ വീട് വളഞ്ഞ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അറസ്റ്റിനെതിരെ സംസ്ഥാനത്താകെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസ് ചവറ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ചവറ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് മയ്യനാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്ടിയം ടൗൺ ചുറ്റി പ്രകടനം നടത്തിയ ശേഷമായിരുന്നു റോഡ് ഉപരോധിച്ചത്. ദേശീയപാത ഉപരോധ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കൊട്ടിയം മുഹമ്മദ് ആരിഫ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മയ്യനാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ബിബിൻ ജോസ്, ജില്ലാ സെക്രട്ടറിമാരായ വിപിൻ വിക്രം, ഷമീർ വലിയവിള, സംഗീത് കാക്കോട്ടുമൂല തുടങ്ങിയവർ സംസാരിച്ചു. വളരെ സമാധാനപരമായി സംസ്ഥാന സർക്കാരിന്റെ ദൂരത്തിനെതിരെയുള്ള സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ 21ഓളം വരുന്ന യുവാക്കളെ കഴിഞ്ഞ 18 ദിവസങ്ങളായി ക്രൂരമായി ജയിലിലിട്ട് പീഡിപ്പിക്കുകയാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ഈ ചെറുത്തുനത്തി പോലീസ്. ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. ഇന്ന് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ നാട്ടിൽ ആരെങ്കിലും പേടിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് ഞാൻ ഉറക്കെ പറയുകയാണ്. സമരക്കാരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഉപരോധ സമരത്തെ തുടർന്ന് ഏറെ നേരം ദേശീയപാതയിൽ ഗതാഗത തടസ്സവുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം.
കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓച്ചിറ മേഖലാ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ആർ അനുവാണ് പ്രസിഡന്റ്. രാധാകൃഷ്ണനെ സെക്രട്ടറിയായും അബ്ദുൽ ലത്തീഫിനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓച്ചിറ മേഖലാ സമ്മേളനം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. അനു ആറാണ് പ്രസിഡന്റ്. സെക്രട്ടറിയായി രാധാകൃഷ്ണനെയും ട്രഷററായി അബ്ദുൽ ലത്തീഫിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. കഴിഞ്ഞ ദിവസം ചൂനാട് ശ്രീലക്ഷ്മി റെസിഡൻസിയിലെ മോഹൻദാസ് നഗറിലാണ് COA ഓച്ചിറ മേഖലാ സമ്മേളനം നടന്നത്. സംസ്ഥാന സെക്രട്ടറി PB സുരേഷ് ആയിരുന്നു സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. COAയുടെ മേഖല, ജില്ലാ, സംസ്ഥാന ഭാരവാഹികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ചാരിമൂട്ടിൽ നിന്നും അന്തർ സംസ്ഥാന മയക്കുമരുന്ന് സംഘത്തെ പിടികൂടി. പാലമൂട് ജംഗ്ഷന് സമീപത്തെ വീട്ടിൽ നിന്നാണ് 8 കിലോയിലധികം കഞ്ചാവുമായി 3 പേരെ എക്സൈസ് എൻഫോഴ്സ്മെന്റ് പിടികൂടിയത്. ചാരിമൂട് പാലമൂട് ജംഗ്ഷന് സമീപത്തെ ഒറ്റമുറി വീട്ടിൽ നിന്നാണ് 8.114 കിലോ കഞ്ചാവുമായി 3-അംഗ സംഘത്തെ പിടികൂടിയത്. മലപ്പുറം പെരിന്തൽമണ്ണ രാമപുരത്ത് നെല്ലിശ്ശേരി വീട്ടിൽ അബ്ദുൽ ലത്തീഫ്, മാവേലിക്കര വള്ളികുന്നം കടുവിനാൽ സുമേഷ് ഭവനിൽ സുമേഷ് കുമാർ, അടൂർ പള്ളിക്കൽ പഴകുളം പന്ത്രാക്കുഴി വീട്ടിൽ ഷാഹുൽ ജമാൽ എന്നിവരെയാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. നിരവധി മയക്കുമരുന്ന് കേസിൽ പ്രതിയായ ഷൈജു ഖാന്റെ ഉടമസ്ഥതയിലുള്ള ഒറ്റമുറി വീട്ടിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. പത്തനംതിട്ട എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ ബൈജു നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. അബ്ദുൽ ലത്തീഫ് നിരവധി മയക്കുമരുന്ന് കേസിലും സുമേഷ് കൊലപാതക കേസിലും പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. ഷാഹുൽ ജമാൽ ഷൈജു ഖാന്റെ സഹായിയാണ്. പ്രതികളെ മാവേലിക്കര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് സുരക്ഷാ പ്രവർത്തനങ്ങളിൽ സിവിൽ ഡിഫൻസ് സേന ആപ്തമിത്ര വോളണ്ടിയർമാരുടെ സേവനം ശ്രദ്ധേയമായിരുന്നു. കലോത്സവത്തിന്റെ 24 വേദികളിലും ഇവരുടെ സേവനം പ്രശംസ പിടിച്ചുപറ്റി. കലോത്സവത്തിന്റെ 24 വേദികളിലും സിവിൽ ഡിഫൻസ് ആപ്തമിത്ര വോളണ്ടിയേഴ്സിന്റെ സേവനം ഏറെ ശ്രദ്ധേയമായിരുന്നു. ആർക്ക് എന്താവശ്യം ഏത് സാഹചര്യത്തിലുമുണ്ടായാലും സേനാംഗങ്ങളുടെ സേവനം ലഭ്യമാക്കുന്ന തരത്തിലായിരുന്നു ഈ സന്നദ്ധ സേനകളുടെ പ്രവർത്തനം. കൊല്ലം MP NK പ്രേമചന്ദ്രൻ, കുണ്ട്ര MLA PC വിഷ്ണുനാഥ് എന്നിവർ സേനാംഗങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. കലോത്സവ ദിനങ്ങളിൽ എല്ലാം തന്നെ 2 ഷിഫ്റ്റുകളിലായി 100ഓളം വോളണ്ടിയർമാർ 24 വേദികളിലായി സുരക്ഷാ ജോലികളിൽ ഏർപ്പെട്ടിരുന്നു. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് കൊല്ലം ജില്ലാ ഫയർ ഓഫീസർ VC വിശ്വനാഥ്, കടപ്പാക്കട നിലയം STO A മനു, ASTO ഡൊമിനിക്ക് എന്നിവരുടെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥിനികൾക്കും പലവിധ ആപത്തുകളിൽപ്പെടുന്നവർക്ക് സാഹചര്യമനുസരിച്ചുള്ള ജീവൻ രക്ഷാ ക്ലാസുകൾ നടത്തുകയും രക്ഷാപ്രവർത്തനങ്ങളുടെ ഉപയോഗ സാധനങ്ങളുടെ പ്രദർശനവും ആശ്രമം മൈതാനിയിലെ പവലിയനിൽ ഒരുക്കിയിരുന്നു. ഒരു 50 അടി ഉയരത്തിൽ നിന്നൊരു ശിഖരം ഒടിഞ്ഞു വീണു. വളരെ അപകടകരമായ ഒരു അവസ്ഥയായിരുന്നു. വളരെ ഭാഗ്യമെന്ന് പറയാം. ആ ആളിനെ നമ്മുടെ CD അംഗങ്ങൾ തന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇതേപോലെ ഒട്ടനവധി സംഭവങ്ങളുണ്ട്. നമുക്കൊരു പൊതു മീറ്റിംഗ് വെച്ചിട്ട് ഒരു ദിവസം നിങ്ങളെ എല്ലാവരെയും അറിയിക്കും. ആ ഒരു ദിവസം നിങ്ങൾ യൂണിഫോമിൽ തന്നെ വരണം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. UDF പുനലൂർ നിയോജകമണ്ഡലം കമ്മിറ്റി കുറ്റവിചാരണ സദസ്സ് നടത്തി. അഞ്ചലിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. K മുരളീധരൻ MP വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് BJP UDF അന്തർധാര നിലനിൽക്കുന്നതായി K മുരളീധരൻ MP പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂരിലെ പ്രസംഗത്തോടെ CPM BJP അന്തർധാര പുറത്തു വന്നതായും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരടക്കം EDയെ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളായി വകവരുത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നതായി K മുരളീധരൻ MP കുറ്റപ്പെടുത്തി. കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വരെ തെളിവുകളുണ്ടെന്ന് പ്രധാനമന്ത്രി പ്രസ്താവിച്ചിട്ടും നടപടിയെടുക്കാത്തത് ഈ അന്തർധാരയുടെ ഫലമായിട്ടാണെന്നും വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ വിശ്വാസികൾ ഈ അന്തർധാരയെ തൂത്തെറിയുമെന്നും K മുരളീധരൻ MP പറഞ്ഞു. പക്ഷേ കേരളത്തിൽ ഇത്രയേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ED എന്തുകൊണ്ടാണ് കയറാൻ? ഞാനൊരു BJPയുടെ ഉയർന്ന നേതാക്കന്മാരോട് ഞാൻ ചില സൗഹൃദ സംഭാഷണത്തിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അന്ന് രാജസ്ഥാനൊക്കെ നമ്മൾ ഭരിക്കുന്ന സമയം ഞാൻ ചോദിച്ചു, രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലൊക്കെ നിങ്ങൾ കാര്യമായിട്ട് കയറുന്നുണ്ടല്ലോ, എന്താ കേരളത്തിൽ കയറാം? ഒരു വ്യക്തമായിട്ടുള്ള മറുപടി എന്ന് എന്നോട് പറഞ്ഞു, രാജസ്ഥാനിൽ ED കയറിയാൽ അതിന്റെ പ്രയോജനം ഞങ്ങൾക്കാണ്, ഛത്തീസ്ഗഡിൽ ED കയറിയാൽ അതിന്റെ പ്രയോജനം ഞങ്ങൾക്കാണ്, കേരളത്തിൽ ED കയറിയാൽ പ്രയോജനം നിങ്ങൾക്കാണ്. അതുകൊണ്ടാണ് കയറാത്തത്. അതുകൊണ്ട് ഈ ബന്ധം ഇത് രഹസ്യ ബന്ധമല്ല, ഏതാണ്ട് പരസ്യ ബന്ധം. UDF നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ കുളത്തൂപ്പുഴ സലീം അധ്യക്ഷനായിരുന്നു. NK പ്രേമചന്ദ്രൻ MP മുഖ്യ പ്രഭാഷണം നടത്തി. പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏതായാലും രാജ്യം ഭരിക്കുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പരസ്യമായി തൃശൂർ മൈതാനിയിൽ നടത്തിയ പ്രസംഗത്തിൽ പറയുന്നു, കേരളത്തിൽ നടന്ന അനധികൃതവും അവിഹിതവും നിയമവിരുദ്ധവുമായിട്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖാന്തരമാണ് എന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുക. എന്നിട്ട് ആ
സ്വീകരിക്കാതിരിക്കുകയാണ്. അതൊന്ന് ഫെഡറൽ ജനാധിപത്യമാണ്. UDF കൊല്ലം ജില്ലാ ചെയർമാൻ KC രാജൻ, UDF നേതാക്കളായ കുളക്കട രാജു, ചാമക്കാല ജ്യോതികുമാർ, അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ, സൈമൺ അലക്സ്, ഏരൂർ സുഭാഷ്, നെൽസൺ സെബാസ്റ്റ്യൻ, സക്കീർ ഹുസൈൻ, റോയ് ഉമ്മൻ, C മോഹനൻ പിള്ള, M നാസർ ഖാൻ, ജോസഫ് മാത്യു, M റഹീം, MM ജലീൽ, സഞ്ജയ് ഖാൻ, ഉറുകുന്ന് ശശിധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കായംകുളം BEd സെന്ററിൽ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. ചങ്ങാതിപ്പൂക്കൾ എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 14-ന് ക്യാമ്പ് സമാപിക്കും. കായംകുളം BEd സെന്ററിൽ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. ചങ്ങാതിപ്പൂക്കൾ എന്ന പേരിലാണ് സഹവാസ സഹവർത്തിത്വ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് G മുരളീധരൻ പിള്ള ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യം ലോകത്തെ ഏറ്റവും വൃത്തികെട്ട പ്രത്യയശാസ്ത്രമാണ് എന്ന് പറയുന്നവർ നമുക്കിടയിലുണ്ട്. ജനാധിപത്യത്തെക്കുറിച്ച് ആദ്യത്തെ എബ്രഹാം ലിങ്കന്റെ ജനാധിപത്യത്തിന്റെ നിർവചനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അതിനെത്രയോ പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനാധിപത്യത്തിന്റെ ആദ്യത്തെ സന്ദേശങ്ങൾ കൊടുത്ത ബുദ്ധൻ ഇന്ത്യക്കാരനാണ്. ജനാധിപത്യത്തിന് ഏറ്റവും മഹത്തായ നിർവചനം നൽകിയിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ജനാധിപത്യത്തെ പലരും ഒരു ഭരണകൂട വ്യവസ്ഥയെ കാണുമ്പോൾ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ജനാധിപത്യം എന്ന വാക്ക് രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ഭരണകൂട വ്യവസ്ഥയല്ല എന്നും വരുന്ന തലമുറയ്ക്കുള്ളൊരു കരുതലാണ് എന്ന് പറഞ്ഞ ജനാധിപത്യവാദികളുടെ നാടാണ് നമ്മുടെ നാട്. പ്രിൻസിപ്പൽ ഡോക്ടർ പ്രശാന്ത് R അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ SD കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ S ലക്ഷ്മി NSS സന്ദേശം നൽകി. കൗൺസിലർ K പുഷ്പദാസ്, അല്ലി അനിരുദ്ധൻ, ഡോക്ടർ ജ്യോതിസ്, ശോഭ, S പ്രകാശ്, G ഉണ്ണികൃഷ്ണൻ, അനിത S, സബീന S തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. കൃഷി പരിപോഷണത്തിന്റെ ഭാഗമായി ഡ്രോൺ ഡെമോൺസ്ട്രേഷൻ നടത്തി. മയ്യനാട് ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്കായാണ് കാർഷിക ഡ്രോൺ ഡെമോൺസ്ട്രേഷൻ നടത്തിയത്. കർഷകരും പാടശേഖര സമിതി ഭാരവാഹികളും വളപ്രയോഗം മനസ്സിലാക്കാൻ എത്തിയിരുന്നു. വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളാണ് നമ്മൾ ഡ്രോൺ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ സാധാരണയായിട്ട് നോക്കുമ്പോൾ നാനോ യൂറിയ, നാനോ DAP, അതുപോലെ തന്നെ സമ്പൂർണ്ണ, SOP ഇതേപോലുള്ള വളങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ഡ്രോൺ വഴി ഉള്ള സ്പ്രേയിങ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ DAP ആയാലും അല്ലെങ്കിൽ നാനോ യൂറിയ ആയാലും ഒക്കെ ഇപ്പോൾ ആൾമോസ്റ്റ് എല്ലാ വളക്കടകളിലും അവൈലബിൾ ആയിട്ട് വരുന്ന വളങ്ങളാണ്. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിക്കാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഭാഗമായിട്ടാണ് കൊല്ലം മയ്യനാട് ഗ്രാമപഞ്ചായത്തിലെ ഉമേനല്ലൂർ ഏലായിൽ കാർഷിക ഡ്രോൺ ഡെമോൺസ്ട്രേഷൻ നടത്തിയത്. കർഷകർ, പാടശേഖര സമിതി ഭാരവാഹികൾ, മയ്യനാട് കൃഷിഭവൻ കൃഷി ഓഫീസർ അനൂപ് ചന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പാടത്ത് ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം പരിചയപ്പെടുത്തിയത്. വളപ്രയോഗത്തിന് ഡ്രോൺ ഉപയോഗിച്ചാലുള്ള നേട്ടങ്ങൾ, സൂക്ഷ്മ വളപ്രയോഗത്തിന്റെ സാധ്യതകൾ എന്നിവ FACT പ്രതിനിധി മിഥുൻ കർഷകർക്ക് വിശദീകരിച്ചു നൽകി. കർഷകർ സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. ഫെബ്രുവരി അവസാനം വരെയാണ് നമ്മൾ ഈ വിളവെടുപ്പ് നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് വെച്ച് 2 പ്രാവശ്യമാണല്ലോ നിങ്ങൾ ഈ സ്പ്രേ നടത്തുമെന്ന് പറയുന്നത്. നമുക്ക് ഈ പീരീഡിൽ കിട്ടണമെങ്കിൽ എന്ന് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഇത് കർഷകരെ പരിചയപ്പെടുത്താൻ വേണ്ടിയും ആൾക്കാരുടെ ഉപയോഗിക്കുന്ന ഇങ്ങനെയൊക്കെ ഒരു സംവിധാനം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സൗജന്യമായിട്ട് കൊടുക്കുന്നത്. അതിനർത്ഥം നമുക്ക് എന്നും ഇത് സൗജന്യമായിട്ട് കിട്ടണമെന്നില്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഈ പുതിയ വർഷത്തിൽ ഇതുവരെ അങ്ങനെ ഒരു സ്കീം വന്നിട്ടില്ല. ഇത് രജിസ്റ്റർ ചെയ്ത് അങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അറിയാലോ, ഡ്രോൺ അങ്ങനെ അവൈലബിൾ ആയിട്ട്. ഡ്രോൺ മാത്രമല്ല, ഇതിന് പൈലറ്റ് ലൈസൻസോട് കൂടി ആളും വേണം. സാധാരണ വിവാഹത്തിന് പറത്തുന്ന പോലെ ഇത് പറത്താൻ പറ്റില്ല. സിവിൽ ഏവിയേഷന്റെ ഒക്കെ ഒരു കർശനമായ മോണിറ്ററിംഗ് ഇതിനകത്ത് ഉണ്ടായതുകൊണ്ട് ലൈസൻസ് ഉള്ള ആൾക്ക് മാത്രമേ ഇത് പറത്താനാവൂ. അന്നേരത്തേക്ക് നമ്മൾ രണ്ട് രീതിയിലാണ് ഇന്ന് നിലവിൽ അവൈലബിൾ. നാളെ പക്ഷെ വേറൊരു സംവിധാനം വന്നി. ഒന്ന് ഈ പറഞ്ഞ പോലെ KVK, അതൊരു ഈ കൊല്ലം ജില്ല മുഴുവൻ ചെയ്യാൻ വേണ്ടി ഒരു ഡ്രോണ് ഉള്ളൂ. അത് നമുക്ക് എപ്പോൾ അവൈലബിൾ ആവുമോ അതനുസരിച്ച് നമുക്ക് കിട്ടും. രണ്ടാമത്തത് ഈ FPO പോലുള്ള സംഘടനകൾക്ക് ഇത് ഡ്രോൺ ഉണ്ട്. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. ടെയിലേഴ്സ് അസോസിയേഷൻ കാർത്തികപ്പള്ളി താലൂക്ക് സമ്മേളനം കായംകുളത്ത് നടത്തി. ക്ഷേമനിധിയും പെൻഷൻ ആനുകൂല്യങ്ങളും കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. കേരള സ്റ്റേറ്റ് ടെയിലേഴ്സ് അസോസിയേഷൻ കാർത്തികപ്പള്ളി താലൂക്ക് സമ്മേളനം കായംകുളം ഗവൺമെന്റ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. KSTA ജില്ലാ വൈസ് പ്രസിഡന്റ് രമണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൈത്തൊഴിലുകാർക്ക് എല്ലാവർക്കും കൂടി അടയ്ക്കാവുന്ന ഒരു സംവിധാനത്തിലൂടെ സ്റ്റേറ്റ് ബാങ്കിൽ നമ്മൾ 10 രൂപ വിഹിതമായിട്ട് അടച്ചാണ് ആദ്യം ഇതിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. പിന്നീടാണ് തയ്യൽ തൊഴിലാളി ക്ഷേമ നിധി ബോർഡ് ഉണ്ടായതും നിരന്തര സമരങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും മുൻകാലങ്ങളിൽ നമുക്ക് ഒരുപാട് നേതാക്കളായിട്ടിരുന്ന ഒരുപാട് മൺമറഞ്ഞു പോയതും ഒക്കെ കഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്ര സൗകര്യമായിട്ട് ഈ പരസ്പരം വിളിക്കാനും പറയാനും ഈ സംഘടനയെക്കുറിച്ച് നമ്മുടെ ക്ഷേമനിധി അടച്ച പൈസ അത് കയറിയതൊക്കെ ചോദിക്കാനും ഇല്ലെങ്കിൽ അവിടെയൊക്കെ അന്വേഷിക്കാനൊക്കെ സംവിധാനം ഇപ്പോഴാണ്. നമുക്ക് നേരത്തെ ക്ഷേമനിധി ബോർഡൊന്നുമില്ല. താലൂക്ക് പ്രസിഡന്റ് മാത്യു ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ബീന കെ ദാസ്, KM ജോസഫ്, N സുരേന്ദ്രൻ, M ശിവൻപിള്ള, രഞ്ജിതം, രാജമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.
കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങരത്തേക്ക് നെടിയവിള ഭദ്രകാളി ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞത്തിന് സമാപനമായി. അവഭൃത സ്നാനത്തോടെയാണ് യജ്ഞത്തിന് സമാപനം കുറിച്ചത്. മരുതൂർ കുളങ്ങരത്തേക്ക് നെടിയവിള ഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്നുവന്ന സപ്താഹയജ്ഞം സമാപിച്ചു. അപവൃത സ്നാനത്തോടെയാണ് യജ്ഞത്തിന് സമാപനമായത്. കണ്ണൻ വേദിക് ആലപ്പുഴയായിരുന്നു യജ്ഞാചാര്യൻ. ആചാര്യ പ്രഭാഷണം, പ്രസാദമൂട്ട് തുടങ്ങിയവയും സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് നടത്തി. അപവൃത സ്നാനത്തിന് ശേഷം ദക്ഷിണ, ഭദ്രദീപ ഉദ്യാസനം, യജ്ഞപ്രസാദ വിതരണം എന്നിവയും നടന്നു. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം തുടരുന്നു. വിവിധയിടങ്ങളിൽ റോഡ് ഉപരോധം, കരുനാഗപ്പള്ളിയിൽ സംഘർഷം. ചാരിമൂട്ടിൽ അന്തർ സംസ്ഥാന മയക്കുമരുന്ന് സംഘത്തെ പിടികൂടി. പാലമൂട് ജംഗ്ഷന് സമീപത്തെ വീട്ടിൽ നിന്നാണ് 8 കിലോയിലധികം കഞ്ചാവുമായി 3 പേരെ പിടികൂടിയത്. എക്സൈസ് എൻഫോഴ്സ്മെന്റാണ് ഇവരെ പിടികൂടിയത്. സംസ്ഥാനത്ത് CPM BJP അന്തർധാരയെന്ന് കെ മുരളീധരൻ MP. ഈ ബന്ധം ഇത് രഹസ്യ ബന്ധമല്ല, ഏതാണ്ട് പരസ്യ ബന്ധം. സംസ്ഥാനങ്ങളിൽ ED ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്താൻ നീക്കം. അഞ്ചലിൽ UDFന്റെ കുറ്റവിചാരണ സദസ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 7025017405 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.